ഒരു കുട്ടി വന്നേ ഒ പിയിൽ വന്നു. അവർ ഓൾറെഡി ഒരു ഡോക്ടറെ കാണിച്ചിട്ടാണ് വരുന്നത്. മണ്ണെണ്ണ കുടിച്ചൊരു കേസാണ്. അപ്പോൾ 3-3.5 വയസ്സുള്ളൊരു കുട്ടിയാണ്. മണ്ണെണ്ണ കുറച്ച് എമൗണ്ട് കുടിച്ചിട്ടുണ്ട്, 1-2 അടപ്പ് കുടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചു. അപ്പോൾ പീഡിയാട്രീഷ്യൻ അവരോട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ അവർ പീഡിയാട്രീഷ്യനോട് തിരിച്ചു ചോദിച്ച കാര്യം, മണ്ണെണ്ണ ആണല്ലോ, അപ്പോൾ വയറ്റിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഈ ഗ്യാസ്ട്രിക് ലവാഷ് എന്ന് പറയുമല്ലോ, നമ്മൾ ഈ വയറ് കഴുകിയിട്ട് അങ്ങ് എടുത്ത് കളഞ്ഞാൽ പോരെ, എന്തിനാണ് അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പീഡിയാട്രീഷ്യൻ അതും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അതവർക്ക് തൃപ്തി ആവാത്തതുകൊണ്ടായിരിക്കും അവർ എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ ഞാൻ അഡ്മിറ്റ് ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അഡ്മിറ്റ് ചെയ്തു, ചികിത്സിച്ചു, മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മണ്ണെണ്ണ പലപ്പോഴും കുട്ടികൾ ആക്സിഡൻ്റലി കുടിക്കുന്നതാണ്. കുട്ടികളിപ്പോൾ മനഃപൂർവ്വം എന്തായാലും കുടിക്കില്ലല്ലോ. ഈ വെള്ളം എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ മണ്ണെണ്ണ കുപ്പി പൊട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലൊക്കെ മണ്ണെണ്ണ എടുത്ത് വെക്കുമ്പോൾ ആക്സിഡൻ്റിൽ ശ്രദ്ധിക്കാതെ കുട്ടികൾ മണ്ണെണ്ണ കുടിക്കുന്ന കേസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ വിഷയത്തിലുണ്ട്. തീർച്ചയായും. ഇപ്പോൾ ഈ എന്താ പറയുക, ഈ മണ്ണെണ്ണൻ്റെ കാര്യം കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ പ്രായമുള്ള ആളുകളാണെങ്കിലും, ഇപ്പോൾ ചെറുപ്രായക്കാരാണെങ്കിലൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും നമ്മൾക്ക് പുറത്തേക്ക് കാണാത്ത ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കുപ്പിയിൽ വെച്ചിട്ടുള്ള മണ്ണെണ്ണ ആയിരിക്കാം, അല്ലെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ തന്നെ അതുപോലത്തെ ഈ സോൾവെൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഹൈഡ്രോ കാർബൺസ്, ആസിഡ്സ് ആണെങ്കിലും ആൽക്കലൈസ് ആണെങ്കിലും ഒക്കെ, ഇതൊക്കെ ചിലപ്പോൾ ചെറിയ കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതറിയാതെ ചിലപ്പോൾ കുടിക്കും. ഇപ്പോൾ മുമ്പ് വന്നിട്ടുള്ളൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, സോപ്പ് അല്ലെങ്കിൽ ഈ സാബൂനൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ കോസ്റ്റിക് സോഡയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇത് കണ്ടാൽ ഒരു കുവവെള്ളം പോലെ തോന്നും, കുടിക്കുന്ന കുവവെള്ളം പോലെ തോന്നി എന്ന് പറഞ്ഞിട്ട് കുവവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുവവെള്ളം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കുടിച്ചുപോയി. അങ്ങ് ഇറക്കി ഏകദേശം ആയപ്പോഴേക്കാണ് ഇത് അറിയുന്നത് എന്നുള്ള രീതിയിലുള്ള കേസസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക്കലി എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരേ സ്വഭാവമാണ്. അപ്പോൾ ഇതിൽ മെയിൻലി എല്ലാവരും ചോദിക്കുന്നത് സാറ് പറഞ്ഞ അതേ ക്വസ്റ്റ്യനാണ്. അതായത് ഉള്ളിലേക്ക് കയറിയ സാധനം പൈപ്പ് ഇട്ടിട്ട് അങ്ങ് പുറത്തേക്ക് അങ്ങ് എടുത്താൽ പോരെ. കാരണം പൊതുവേ ഉള്ള വിഷത്തിനൊക്കെ ഇപ്പോൾ നമ്മൾ കുറച്ച് പാരസെറ്റമോൾ കഴിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷം കഴിച്ചാൽ നമ്മൾ ആദ്യമേ ചെയ്യുന്നത്, ഫുറിഡാൻ കഴിച്ചു, ഇത് കഴിച്ചാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഈ മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ നമ്മൾ NS കയറ്റിയിട്ട് എന്ത് ചെയ്യും, തിരിച്ച് പുറത്തേക്ക്. ഗ്യാസ്ട്രിക് ലവാഷ് എന്നാണ് അതിന് പറയാം. നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ വയറ് കഴുകുക എന്ന് പറയും. അപ്പോൾ മൂക്കിലൂടെ വായിലൂടെ ട്യൂബ് ഇടുന്നു, എന്നിട്ട് ഈ NS വെള്ളം നനച്ചാൽ മതി. NS നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് അവിടെയുള്ള വിഷപദാർത്ഥങ്ങൾ തിരിച്ച് വലിച്ചെടുക്കുന്നു. തത്വത്തിൽ വയറ് കഴുകുന്ന പോലെ തന്നെ. നമ്മളതിൽ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ വിഷപദാർത്ഥങ്ങൾക്കും ഗ്യാസ്ട്രിക് ലവാഷ് ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ്. അപ്പോൾ 2 ടൈപ്പ് വിഷപദാർത്ഥങ്ങളുണ്ട്. ഗ്യാസ്ട്രിക് ലവാഷ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, ഗ്യാസ്ട്രിക് ലവാഷ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്, പറ്റാത്തത് മാത്രമല്ല നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്ന കേസുകളുണ്ട്. ചെയ്താൽ ചിലപ്പോൾ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന പോയിസൺസിലാണ് ഡോക്ടർമാർ അത് ചെയ്യണത്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത്. ബേസിക്കലി ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ട്യൂബ് ഇടുന്ന സമയത്ത്, ഇപ്പോൾ ഈ ആസിഡ് ആണെങ്കിലും ആൽക്കലി ആണെങ്കിലും, ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ വായിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മളുടെ വായൻ്റെ ഉള്ളിലുള്ള മ്യൂക്കോസ എന്ന് പറയുന്ന ഒരു ലെയർ, ആ ലെയറിനൊക്കെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ബലം കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ ട്യൂബ് അങ്ങ് കയറ്റുന്നതോടുകൂടി അത് അവിടെ ഒരു ഓട്ടയായിട്ട്, അതൊരു പെർഫോറേഷൻ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഓട്ടയായിട്ട് മാറും. ഈ ആസിഡ് ആൽക്കലി പോയിസണിങ്ങിലൊക്കെ അത് സംഭവിക്കാമല്ലോ. യൂഷ്വലി ഇത് സംഭവിക്കും. ഇതേ സംഭവം തന്നെ ഇപ്പോൾ ഈ കെറോസിൻ പോയിസണിങ്ങിലും സംഭവിക്കാം. കെറോസിൻ പോയിസണിൽ സംഭവിക്കുന്നത് അതൊരു കുറച്ചുകൂടി വോളട്ടൈൽ ആണല്ലോ. വോളട്ടൈൽ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അത് ദ്രാവക ഫോമിൽ നിന്നും വാതക ഫോമിലേക്ക് മാറുന്ന ഒരു അങ്ങനെ പെക്യുലാരിറ്റി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഡീസലാവാം, അതുപോലെ മണ്ണെണ്ണ ആവാം, അതുപോലെ പെട്രോൾ ആവാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ ഈ ട്യൂബ് മൂക്കിലൂടെ വായിലൂടെ ട്യൂബ് ഇടുമ്പോൾ ഓൾറെഡി ഇപ്പോൾ അത് വയറ്റിലുണ്ടെന്ന് വിചാരിക്കുക. ഈ ട്യൂബ് ഇടുന്ന സമയത്ത് കൂടുതൽ അത് ശ്വാസകോശത്തിലേക്ക് ആസ്പിരേറ്റ് ചെയ്ത് ശ്വാസകോശ ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നീട് അതൊരു ന്യൂമോണിയായി മാറാനും, അതെ, ന്യൂമോണിയ പറയും. അതെ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, 2 തരം പോയിസൺസ് ഉണ്ട്. ഈ ഗ്യാസ്ട്രിക് ലവാഷ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട്, ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, ഗ്യാസ്ട്രിക് ലവാഷ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഈ പോയിസണിങ് എന്നുള്ളത്, ഗ്യാസ്ട്രിക് ലവാഷ് ഇതിൽ ചെയ്യണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് അതാണ്. ഇനി കെറോസിൻ പോയിസണിങ്, മണ്ണെണ്ണ കുട്ടികൾ ആക്സിഡൻറ്റിൽ എടുത്ത് കഴിക്കുന്ന മണ്ണെണ്ണ പോയിസണിങ്ങുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നേരെ നമ്മൾ വയറ്റിലേക്കാണ് പോകുന്നത്, സ്റ്റൊമക്കിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന പോക്കിൽ ചിലപ്പം കുറച്ച് വോളട്ടൈൽ സാധനം ആയതുകൊണ്ട് കുറച്ചത് ശ്വാസകോശത്തിലേക്ക് ആസ്പിരേറ്റ് ചെയ്ത് പോവാം. ഇനി അവിടെ എത്തിയതിൻ്റെ ശേഷവും
ആസ്പിരേറ്റ് ചെയ്ത് പോവാം. ഇപ്പോൾ ഈ കുട്ടി തന്നെ ഇവർ വീട്ടിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി തന്നെ വീട്ടിൽ നിന്ന് മണ്ണെണ്ണ കുടിച്ചു എന്ന് പറഞ്ഞല്ലോ. മണ്ണെണ്ണ കുടിച്ചതിന് ശേഷം ഇവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇവർ കുറേ വെള്ളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെള്ളം കൊടുക്കുമ്പോൾ ഒരു വിചാരം ഡയലൂട്ടഡ് ആവുമല്ലോ, ഒന്നുകൂടി നേർപ്പിച്ച കോലത്തിലാവുമല്ലോ, അപ്പോൾ അബ്സോർപ്ഷൻ കുറയുമല്ലോ. അതാണ് അവർ പറഞ്ഞൊരു ലോജിക്ക്. വെള്ളം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് അവർ വായിലേക്ക് വിരലിട്ടിട്ട് ഛർദ്ദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ശരിക്ക് ഈ പോയിസണിങ്ങിൽ ചെയ്യാൻ പാടില്ലാത്ത. കാരണം പിന്നെ ഈ വായിലേക്ക് വിരലിട്ടിട്ട് നമ്മൾ ഛർദ്ദിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഛർദ്ദിക്കുന്ന പ്രോസസ്സിൽ തന്നെ ഇത് ശ്വാസകോശത്തിലേക്ക് തരിപ്പി പോകാന്നുള്ളതാണ്. അതുപോലെ വെള്ളം കൊടുക്കുമ്പോൾ കണ്ടൻസ് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൽ ഈ ഗ്യാഷ്യസ് ആയിട്ടുള്ള ഫോംസ് എന്ത് ചെയ്യും, ശ്വാസകോശത്തിലേക്ക് പോവാം. പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ മണ്ണെണ്ണ വെള്ളത്തിൽ അതെ, മണ്ണെണ്ണ വെള്ളത്തിൽ നമ്മളിടുമ്പോൾ മണ്ണെണ്ണ പൊന്തി വരികയുള്ള ചെയ്യാം. മണ്ണെണ്ണയും ഡീസലും പെട്രോളൊക്കെ പൊങ്ങി വരിക ചെയ്യാം. അപ്പോൾ അത് വീണ്ടും ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള സംഭവം. ഇതൊക്കെ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെ സിമ്പിൾ സ്റ്റെപ്പ്, നമ്മൾ കേരളം വളരെ എഡ്യൂക്കേറ്റഡാണ്, ഭയങ്കര സാക്ഷരതയുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് പല വിഷയത്തിലുള്ള ഇൻഫർമേഷനാണുള്ളത്. നമുക്ക് പ്രാക്ടിക്കൽ ആ ഒരു വിസ്ഡം എന്ന് പറയുന്ന സാധനം പലപ്പോഴും ലാക്കിങ്ങാണ്. അപ്പോൾ നമ്മളീ പറയുന്ന നമ്മൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. നമുക്കിപ്പോൾ ഒരു പക്ഷേ വേറൊരു ഫീൽഡിൽ, ഇപ്പോൾ ഒരു എക്കണോമി എന്നുള്ള ഫീൽഡിൽ നമുക്കും ഈ പറയുന്ന മാതിരി ഇൻഫർമേഷനേ ഉള്ളൂ. നമുക്കതിലൊരു പ്രാക്ടിക്കൽ വിസ്ഡം നമുക്കില്ല. അപ്പോൾ അത് നമ്മളതുണ്ടാക്കണം. അതേപോലെ തന്നെ ജീവിതത്തെ ഡയറക്റ്റ് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ മലയാളികളും പരമാവധി ഇത്തരം പ്രാക്ടിക്കൽ നോളജുകൾ അക്വയർ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഈ മണ്ണെണ്ണയുടെ ഒരു പ്രശ്നം, പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ എടുക്കുന്ന മണ്ണെണ്ണ ആവട്ടെ, പെട്രോൾ ആവട്ടെ, ഡീസൽ ആവട്ടെ, പൊതുവിൽ നേരത്തെ പറഞ്ഞ ഹൈഡ്രോ കാർബൺ പോയിസണിങ് എന്ന് പറയും. അതൊക്കെ ഈ വയറ്റിലെത്തിയതിൻ്റെ ലക്ഷണങ്ങളുണ്ടാവും. ചുമ, ഈ ഛർദിയാവുക, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള സിംറ്റം ഉണ്ടാവുക. അതിനേക്കാൾ ഡേഞ്ചർ അത് ശ്വാസകോശത്തിലേക്ക് തരിപ്പിപ്പോയിട്ട് അവിടെ നേരത്തെ തന്മീർ ഡോക്ടർ പറഞ്ഞ പോലെ കെമിക്കൽ ന്യൂമോണൈറ്റിസ്, കെമിക്കൽ മനസ്സിലാകാൻ വേണ്ടി ന്യൂമോണിയ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ശ്വാസകോശത്തിൻ്റെ ഭാഗങ്ങളെ കേടാക്കി ഇനി അവിടെ വീണ്ടും ഇൻഫെക്ഷൻ വന്ന് അങ്ങനെയൊക്കെയാണല്ലോ ഇതിൽ പ്രശ്നം വരുന്നത്. പിന്നെ ഈ ആസിഡ് ആൽക്കലി ആകുമ്പോൾ ഡയറക്റ്റ് ഇഞ്ചുറി വരുമായിരിക്കും അല്ലേ? ആസിഡ് ആൽക്കലി എന്ന് പറയുമ്പോൾ അതെ, ഡയറക്റ്റ് ഇഞ്ചുറി വരും. അതിപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം ഇറക്കുന്ന ഭാഗത്ത്, ഇപ്പോൾ അന്നനാളത്തിൻ്റെ ആ ഭാഗത്തൊക്കെ മുറിവ് വരാം. അവിടെ ആ മുറിവ് വന്ന ഭാഗങ്ങൾ ഒട്ടിപ്പിടിച്ചിട്ട് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ അടയുന്ന രീതിയിലേക്കാവാം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സ്ട്രിക്ചേഴ്സൊക്കെ വരാം. പിന്നെ അപ്പോൾ ആ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ അതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളൊക്കെ ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ നമ്മൾ പറയണമെന്നില്ലല്ലോ. ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതും, ഇനിയിപ്പോൾ വെള്ളം കുടിക്കണോ, വെള്ളം കുടിക്കാൻ പാടില്ലയോ, ഇങ്ങനൊരു കാര്യം സംഭവിച്ചാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഡോക്ടറെ സമീപിക്കുക, ഹോസ്പിറ്റലിൽ ചെല്ലുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം വെച്ചാൽ ബാക്കി ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ള പൊതുവെയുള്ള ഈ ആസിഡ് ആൽക്കലി പോലത്തുള്ള ഇഞ്ചുറീസിലൊക്കെ നമ്മളൊരു 24 മുതൽ 48 മണിക്കൂർ വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനപ്പുറത്തേക്കും നല്ല ഇഞ്ചുറി ഉണ്ടെങ്കിൽ വായിലൂടെ ഒന്നും കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. പിന്നെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഫീഡിങ് ജിജനോസ്റ്റമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അതെ നല്ല ഡാമേജ് ഉണ്ടെങ്കിൽ വയറിലേക്ക് നേരെ ഡയറക്റ്റ് ഫുഡ് കൊടുക്കുന്ന രീതിയിലാക്കുകയും ഇവിടെ വന്ന ഇഞ്ചുറിയെ പിന്നെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം മാത്രം ഇതിലൂടെ ഫുഡ് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഫർദർ ഇഞ്ചുറീസ് കോംപ്ലിക്കേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒറ്റമൂലിയായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നുള്ളത് ആലോചിച്ച് വെറുതെ കുറേ സമയം കളയാതെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഇത്തരം പോയിസണിങ് നമ്മളിപ്പോൾ ഒരു പാരസെറ്റമോൾ അധികം എണ്ണം കഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഫുരുഡാൻ എടുത്ത് കഴിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ അബദ്ധത്തിൽ എലിവിഷം എടുത്ത് കഴിക്കുന്നത് പോലെ, അതിനേക്കാൾ അല്ലെങ്കിൽ അതേപോലെയെങ്കിലും ഗൗരവത്തിൽ കാണേണ്ട സംഭവങ്ങളാണ്, അവഗണിക്കേണ്ട സംഭവങ്ങളല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു സംഭവം, ഇപ്പോൾ മണ്ണെണ്ണ എടുത്തൊരു കുട്ടി ആക്സിഡൻറ്റിൽ കുടിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ ചിലപ്പം ഒരു ചുമയോ ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ. ശരിക്കും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കെമിക്കൽ ന്യൂമോണൈറ്റിസ്, അതായത് മണ്ണെണ്ണ തരിപ്പിൽ ആസ്പിരേഷൻ പോയി ശ്വാസകോശത്തിൽ ഡാമേജ് ആക്കി അതുമായി ബന്ധപ്പെട്ട ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ വരണമെങ്കിൽ ചിലപ്പം 12 മണിക്കൂറൊക്കെ എടുക്കും. 12 മണിക്കൂർ 24 മണിക്കൂറൊക്കെ എടുക്കും. അതിൻ്റെ ലക്ഷണങ്ങൾ ഒരുപക്ഷെ പനിയായിരിക്കും, ചുമ കൂടുതലായിരിക്കും, ശ്വാസം എടുക്കുമ്പോഴുള്ള പ്രയാസങ്ങളായിരിക്കും. ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ മണ്ണെണ്ണ കഴിച്ചു, കുറച്ചേ കഴിച്ചുള്ളൂ, അല്ലെങ്കിൽ 1-2 ടീസ്പൂൺ മാത്രമേ കഴിച്ചുള്ളൂ, അതപ്പോൾ തന്നെ ഛർദ്ദിപ്പിച്ച് കളഞ്ഞു, വെള്ളം കൊടുത്തു, അത് മാറി എന്ന് വിചാരിക്കുന്നവർ തന്നെ അവിടെ പ്രശ്നം. അതെ അങ്ങനെ സംഭവിക്കലുണ്ട്. അപ്പോൾ ഇതിൽ ലക്ഷണങ്ങൾ വരാൻ കുറച്ച് സമയം എടുത്തേക്കാം. നമ്മളത് നേരിടുന്നൊരു പ്രശ്നമാണത്. നമ്മളൊരു മണ്ണെണ്ണ കുടിച്ച് വരുന്നൊരു കുട്ടിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ തുടക്കത്തിൽ നല്ല ലക്ഷണം ഉണ്ടെങ്കിൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അഡ്മിറ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കും.
മറ്റേത് ആളുകൾ വില്ലിങ് ആയിരിക്കില്ലല്ലോ, ആളുകൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നേ തുടക്കത്തിൽ പ്രശ്നമില്ലാതെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായ കുട്ടിയെ കണ്ടതുകൊണ്ട് നമുക്കിത് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അഡ്മിറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒബ്സർവ് ചെയ്യണം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ മണ്ണെണ്ണ കുട്ടികളെ ആക്സിഡൻറ്റിൽ എടുത്ത് കഴിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഇനി അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി ആശുപത്രിയിൽ പോകണം. പിന്നെ ഒബ്സർവേഷന് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യൽ ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂമോണിയ പോലെ ആയിട്ടുണ്ടെങ്കിൽ, നല്ല ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ ഈ സെക്കൻഡറി ഇൻഫെക്ഷനൊക്കെ വന്ന് കൗണ്ടിനൊക്കെ അത് ബാധിക്കണമെങ്കിൽ പിന്നെയും സമയമെടുക്കും. അപ്പോൾ അതൊരു മണ്ണെണ്ണ പോയിസണിങ് എന്നുള്ളത്, കെറോസിൻ പോയിസണിങ് എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കേണ്ട ഒരു സംഭവമാണെന്നുള്ളതാണ് പൊതുവിൽ പറയാനുള്ളത്. പിന്നെ പരമാവധി ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന സംശയമാണ്, എത്ര എമൗണ്ട് കഴിച്ചാലാണ് ശരിക്കും പ്രശ്നം? അതായത് 5 മില്ലിയാണോ, 10 മില്ലിയാണോ, 20 മില്ലിയാണോ? അപ്പോൾ അത് ഒരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാണ്. ആ കുട്ടിയെയും അതല്ലെങ്കിൽ പിന്നെ ആ രോഗിയുടെ അല്ലേ വേറെ കുറേ ഫാക്ടേഴ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതെ. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് പൊതുവായിട്ട് മണ്ണെണ്ണ കെറോസിൻ പോയിസണിങ്ങിലും തുല്യമായ പോയിസണിങ്ങിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം.